ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ചില്ലിങ് സെഞ്ചുറീസ്. ഇന്ന് ലീവാവയ്ക്ക് കളിക്കാൻ ഏറെ ഇഷ്ടപ്പെട്ട ഒരു ആക്ടിവിറ്റിയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇത് അവൻ ഒത്തിരി നേരം കളിക്കുന്ന ഒരു ആക്ടിവിറ്റിയാണ്. അപ്പോൾ നിങ്ങളുടെ വീട്ടിലൊക്കെ കുട്ടികളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ ആക്ടിവിറ്റീസൊക്കെ അവർക്ക് കൊടുക്കുകയാണെങ്കിൽ അവർ ഒത്തിരി നേരം എൻഗേജ് ആക്കി നിർത്താനായിട്ട് പറ്റും. ഞങ്ങൾ ഐസ് ഉണ്ടാക്കാൻ പീസയിൽ വെച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് അതിലുള്ളത്? അല്ല, ഇച്ചിരി ഒന്ന് മെൽറ്റ് ആവട്ടെ, അപ്പോൾ നമുക്ക് ഐസ് മൊത്തം പുറത്തോട്ട് വീണ് കിട്ടും. അപ്പോഴല്ലേ പൊട്ടിക്കാൻ രസം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യണമെന്ന് അറിയോ? നമ്മളിത് ഇന്നലെ വെള്ളം ഒഴിച്ച് വെച്ചപ്പം ഇതിൽ ഈ കിൻഡർ ജോയിൽ നിന്ന് കിട്ടണ കുറച്ച് ടോയ്സ് ഉണ്ട്. അത് നമ്മൾ ഇതിൻ്റെ ഉള്ളിലിട്ട് വെച്ചായിരുന്നു. അപ്പോൾ രണ്ടെണ്ണം കുറച്ച് പുറത്ത് പോലെ ഉണ്ട്. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല. ഇത് കണ്ടോ, ഇവിടെ ഒരെണ്ണം കൂടെ ഉണ്ട്. അപ്പോൾ ഇത് നമ്മൾ പൊട്ടിച്ചെടുക്കുക. അങ്ങനെ ആദ്യം ഈ പാത്രത്തിൽ നിന്ന് ഐസ് പുറത്ത് വരണം, അല്ലേ ലിയോ? പുറത്ത് അവിടെ ഇങ്ങനെ കൊട്ടിക്കോ. ദേ ഇവിടെ ഒരു ഗ്രീൻ കളറിലുണ്ടല്ലോ, കൊള്ളാം. ഞങ്ങൾ ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ ഇതുപോലെ ഐസ് ഉണ്ടാക്കി കളിക്കാറുണ്ട്. അധികവും സൺഡേ ആണ് ഞങ്ങൾ ഇതിനു വേണ്ടി മാറ്റി വയ്ക്കാറ്. അപ്പോൾ തലേ ദിവസം തന്നെ ഫ്രീസറിൽ ഇതുപോലെ എല്ലാം സെറ്റ് ചെയ്ത് വെക്കും. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് ആ ഒരു വെയിലൊക്കെ അധികം ചൂടാവണയ്ക്ക് മുമ്പ് തന്നെ ഞങ്ങൾ ഈ ഒരു ഗെയിം സ്റ്റാർട്ട് ചെയ്യും. ഇതെപ്പോഴും മുറ്റത്തിൽ നിന്നാണ് ഞങ്ങൾ കളിക്കാറ്. കാരണം അകത്തിൽ നിന്ന് കളിച്ചാൽ നമുക്ക് ഊഹിക്കാൻ പറ്റുമല്ലോ, ഇങ്ങനെ അടിച്ച് പൊട്ടിക്കുമ്പോഴേക്കും ഒത്തിരി ദൂരത്തേക്കായിരിക്കും ഈ ഐസ് തെറിക്കുന്നത്. പിന്നെ അത് ക്ലീൻ ചെയ്യാനും പിന്നെ അതിലെ വെള്ളത്തിൽ ചവിട്ടി വീഴണം, അങ്ങനെ ഒത്തിരി ഇഷ്യൂസൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എപ്പോഴും ഞങ്ങൾ മുറ്റത്തിൽ നിന്നാണ് ഈ ഒരു കളി കളിക്കാറ്. കളിയുടെ തുടക്കത്തിലൊക്കെ വളരെ പതുക്കെ മൈൽഡായിട്ട് കളിച്ച് തുടങ്ങിയെങ്കിലും പിന്നെ കളിയുടെ ആവേശം കൂടി എവിടേക്കാണോ ഐസ് പോയി തെറിച്ചെന്ന് തപ്പി കണ്ടുപിടിച്ച് അത് നല്ല ശക്തിയിൽ അടിച്ച് പൊട്ടിക്കലാണ് ഇപ്പോൾ പണി. അപ്പോൾ ആ ഒരു പൊട്ടിക്കലിൻ്റെ ശക്തിയൊക്കെ നന്നായിട്ട് കൂടി ഐസൊക്കെ തെറിച്ച് തുടങ്ങിയപ്പോഴാണ് ഞങ്ങളൊരു കാര്യം ഓർത്തത്. അങ്ങനെ കണ്ണിന് പ്രൊട്ടക്ഷനൊക്കെ കൊടുത്ത് അവൻ വീണ്ടും കളിയിലേക്ക് തന്നെ ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ 2 ബോക്സിലാണ് ഐസ് സെറ്റ് ചെയ്തത്. ഒരു ബോക്സ് ഇപ്പോൾ ഏകദേശം തീരാറായി. അപ്പോൾ ഈ ഒരു പാത്രത്തിൽ കൂടെ ഞങ്ങൾ സെറ്റ് ചെയ്തായിരുന്നു. ഇതിൽ കിൻഡർ ജോയിൽ നിന്ന് കിട്ടിയൊരു പൂച്ചേനാണ് വെച്ചത്. അപ്പോൾ അത് വെള്ളത്തിൻ്റെ ഉള്ളിലൊന്നും ഇരിക്കാതെ പൊങ്ങി മുകളിൽ തന്നെ വന്നിരിപ്പുണ്ട്. ഇതിന് പൊട്ടിച്ചെടുക്കാനായിട്ട് വളരെ ഈസി ആയിരിക്കും. ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ ക്ലാസ്സിൽ പോയിട്ട് വരുമ്പം അവൻ ഇതുപോലത്തെ ഒത്തിരി ആക്ടിവിറ്റീസ് ഒന്നും കൊടുക്കാൻ പറ്റാറില്ല. അപ്പോൾ സൺഡേ ഇങ്ങനെ സ്പെഷ്യലായിട്ട് 1-2 ആക്ടിവിറ്റീസൊക്കെ വെക്കുമ്പോഴേക്കും ആൾ നല്ല ഹാപ്പിയാണ്. അപ്പോൾ പുറത്തൊന്നും പോകാനില്ലാത്ത ദിവസങ്ങളിൽ ഞങ്ങളിങ്ങനെയാണ് സമയമൊക്കെ ചിലവാക്കുന്നത്. അപ്പോൾ അവനും ഹാപ്പി, നമുക്ക് നമ്മുടെ പണിയും സൈഡിൽ കൂടെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.